ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോണത് ഈ ഫുട്ബോളിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഫുട്ബോൾ അപ്ഡേറ്റ് ഒക്കെ വന്ന് ഇപ്പോൾ ഇതാ പുതിയ കാർഡുകളൊക്കെ വന്നിരിക്കണം. അതിൽ നെയ്മറിൻ്റെ ഒരു കാർഡ് വന്നിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏത് പ്ലെയറിനാണ് ബെസ്റ്റ് എന്നാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ ബെസ്റ്റ് കറക്റ്റ് പറയും, ഒരു നുണയില്ല, കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏതാണ് എടുക്കേണ്ടത് ഏതെടുക്കേണ്ടാത്തത് ഒക്കെ പറഞ്ഞുതരാം. കറക്റ്റ് തന്നെ പറഞ്ഞുതരാം കേട്ടോ. മറ്റേ യൂട്യൂബേഴ്സ് പറയുന്ന പോലെ നിങ്ങൾ എതിർത്താൽ മറ്റേ ഈ ഫുട്ബോളിന് വേണ്ടിയിട്ടൊന്നും ഞാൻ പറയണില്ല, കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നിപ്പോൾ അപ്ഡേറ്റ് നടന്നിരുന്നു. അതിൻ്റെ ശേഷം കുറേ മാറ്റങ്ങൾ വന്നിരിക്കണം. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ. നമുക്ക് ഫസ്റ്റ് ചെറിയ ചെറിയ മാറ്റങ്ങളിൽ നിന്ന് തുടങ്ങാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്താ വെച്ചാൽ കണ്ടോ, നമ്മളെ പ്ലെയേഴ്സ് ഏതാന്ന് കണ്ടോ, ഈ ലോങ് ബോൾ കൗണ്ടർ ഇതിന്മേൽ തന്നെ എഴുതി കാണിക്കും. പിന്നെ ഫോർമേഷൻ എന്താണെന്ന് ഇതിന്മേൽ തന്നെ എഴുതി കാണിക്കും. പിന്നെ ഓട്ടോപിക് പ്ലേസ് അത് എവിടെയാണ് കൊടുക്കുന്നത്, അത് ചെറുതായിട്ടൊന്ന് മാറി. അതാണ് മെയിൻ അത്. പിന്നെ നമ്മൾ ഓട്ടോപിക് പ്ലേസ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. പിന്നെ പറയത്തക്ക മാറ്റം എന്താ വെച്ചാൽ നമ്മുടെ മാച്ച് എടുക്കുമ്പോൾ, നമ്മുടെ ഇവൻറ്റ്സ് എടുക്കുമ്പോൾ ഉണ്ടോ, ഇപ്പോൾ പുറത്ത് തന്നെ നമുക്ക് എടുക്കാം. മുന്നേ നമ്മളിങ്ങനെ നെക്കിയിട്ട് ഇങ്ങനെ നോക്കിയില്ലായിരുന്നു എന്താ റിവാർഡ് കിട്ടുകയെന്ന്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പുറത്തുനിന്ന് തന്നെ നോക്കാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സ്ട്രാ സ്റ്റെപ്സ് അവർ കുറച്ച് തന്നിങ്ങനെ, അതൊരു നല്ലത് തന്നെയാണ്. പിന്നെ എന്താ വന്ന് മാറ്റം വെച്ചാൽ, പിന്നെ കണ്ട ഈ ഫുട്ബോൾ പോയിന്റിൽ ഒരു പുതിയ പ്ലെയർ വന്നാണ് കോഡി ഗാക്പോ. നല്ല പ്ലെയർ തന്നെയാണ്, ആവശ്യമുള്ളവർ പോയി എടുക്കുക. പിന്നെ മാറ്റങ്ങൾ എന്താ വന്നു വെച്ചാൽ, പിന്നെ നമ്മൾ സാധാരണ ഓട്ടോമാറ്റിക്കായിട്ട് കളിക്കണത് നിൽക്കില്ല. കളിക്കുമ്പോൾ അത് നമ്മൾ ഒരു കളി നമ്മൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ കളി വീണ്ടും ക്ലിക്ക് ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോൾ ഒരു കളി തന്നെ നിങ്ങൾ ഓണാക്കി വെച്ചാൽ പിന്നെ എത്ര കളി കളിക്കുകയാണെങ്കിലും അത് ഓണായിട്ട് തന്നെ കാര്യം ആ ഇവൻ്റാണെന്ന് തോന്നുന്നത്. പിന്നെ അതാണ് മാറ്റം. പിന്നെ റമദാൻ്റെ ക്യാമ്പയിനൊക്കെ വന്നിങ്ങനെ. പിന്നെ പ്ലെയേഴ്സ് മാറി, ഒബ്വിയസ്ലി മാറും. ഒരു ബെബറ്റിൻ്റെ കാർഡൊക്കെ വന്നിങ്ങനെ. മുഹമ്മദ് സലൻ്റെ വാൻഡൈക്കിൻ്റെ ഒരു കാർഡ് വന്ന് ഉണ്ടോ, അത് നാളെ തന്നെ കഴിയും കേട്ടോ. 100 പ്ലേയേഴ്സുള്ള കാർഡാണ്, അതിൽ 2 എപ്പിക്ക് ഉണ്ടാവും. അതൊരു പൊട്ട കാർഡായിട്ട് എനിക്ക് തോന്നിയത്. വലിയ നല്ലതൊന്നും ഞാൻ എന്തായാലും ഇറക്കണില്ല, നിങ്ങളും ഇറക്കാണ്ടിരിക്കാമെന്ന് നോക്കാം. 6 ദിവസം ഇട്ടതില്ല. പിന്നെ ബെബറ്റുവിൻ്റെ അങ്ങനെ ഇതിൽ വെറും 50 പ്ലേയേഴ്സ് ഉള്ളൂ. ഇതും അത്ര സൂപ്പറൊന്നുമില്ല, നോക്കിയാൽ കണ്ട. വെറും അറ്റാക്കിങ് അവെയർനെസ് ഒക്കെ കണ്ട, നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. പക്ഷെ ഇത് ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ലാഭമുള്ളൂ. നിങ്ങൾ വെറുതെ കോയിൻ ചിലവാക്കേണ്ട ആവശ്യമില്ല ഇതിനും. പിന്നെ വന്നതെന്താ വെച്ചാൽ വെറും 50 പ്ലേയേഴ്സ് ഉള്ളൂ. പിന്നെ കോയിൻ ഉണ്ടാകാൻ നിങ്ങൾ ചിലവാക്കിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതാ സെയിം തന്നെയുള്ളത്. പിന്നെ ഇതാ നമ്മുടെ സെലക്ഷൻ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റത്തെ ഒരു ഇതൊന്ന്. ഇതിൽ ഏത് പ്ലേയേഴ്സിനെ ബെസ്റ്റ് എടുക്കേണ്ടതെന്നുള്ള വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനത് ചെയ്യണേക്കാരം. ഇതൊരു നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. പിന്നെന്താണെന്നുള്ളത് വെച്ചാൽ, പിന്നെന്താ നമ്മുടെ ഈ ഫുട്ബോൾ ലീഗിൽ ഡിവിഷനിൽ 1 മില്യൻ്റെ, ഡിവിഷൻ 3ൽ 1 മില്യൻ്റെ ഉള്ളിലെത്തിയാൽ നിങ്ങൾക്ക് ഡേവിഡ് ചെയ്യാനെ കിട്ടും. അത് കുഴപ്പമില്ലാത്തത് തന്നെയാണ്. പിന്നെ നമുക്ക് നെയ്മറിനെ ഇതിൽ ബെസ്റ്റ് പ്ലെയർ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഇവൻ്റെ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ ഇവന് 20 വയസ്സുള്ളൂ. ഗോൾ പോച്ചർ കാർഡാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അറ്റാക്കിങ് അവെയർനെസ്സും ബോൾ കൺട്രോളും ഡ്രിബിളിങ്ങും. നിങ്ങൾക്കൊരു കറക്റ്റ് സ്ട്രൈക്കേഴ്സിനെ വേണമെങ്കിൽ ടൈറ്റ് പൊസിഷൻ അത്യാവശ്യം നല്ല ഉള്ള, പിന്നെ കേള് കുറവാട്ടോ, പിന്നെ നല്ല കിക്കിംഗ് പവർ, ഒരു കറക്റ്റ് സ്ട്രൈക്കറിനെ വേണമെങ്കിൽ നിങ്ങൾ ഇവനെടുക്കുക. ഇവന് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നല്ല തന്നെയാണ്. വീക്ക് ഫുട്ട് യൂസേജ് ഒക്കേഷണലിയാണ്, ഇടയ്ക്ക് യൂസ് ചെയ്യുള്ളൂ. വീക്ക് ഫുട്ട് ആക്യുറസി വെരി ഹൈ ആണ്. അപ്പോൾ വീക്ക് ഫുട്ടായിട്ട് ഷൂട്ട് ചെയ്താലും നല്ല പവറായിട്ട് തന്നെ പോകും. പിന്നെ ഫോം സ്റ്റാൻഡേർഡാണ്, അപ്പോൾ എപ്പോഴൊന്നും ഫോം ഉണ്ടാവില്ല. പിന്നെ ഇഞ്ചുറി റെസിസ്റ്റൻസ് മീഡിയം വെച്ചാൽ റെസിസ്റ്റൻസ് ആട്ടോ, ഇഞ്ചുറി ആവലല്ല, റെസിസ്റ്റൻസ് ആണ്, ഇഞ്ചുറി മാറി കിടക്കലാണ്. പിന്നെ നമ്മുടെ ലിങ്കാങ്ങിന് 24 ഇയേഴ്സിൻ്റെ ഷോർട്ട് ടൈം കാർഡ് തന്നെ, റോമിങ് ഫ്ലാങ്ക് ആണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കുക. ബോൾ കൺട്രോൾ നിങ്ങൾക്കൊരു നല്ല മിഡ്ഫീൽഡറിനെ വേണമെങ്കിൽ ബോൾ കൺട്രോളും ഡ്രിബിളിങ്ങും ടൈറ്റ് പൊസിഷനൊക്കെ ഉള്ള നല്ല പാസ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കളൊക്കെ ഉള്ള ഒരു പ്ലെയറിനെ വേണമെങ്കിൽ നിങ്ങൾ അവനെടുക്കുക. ആക്സിലറേഷനൊക്കെ ഉണ്ട് അതിന്. പിന്നെ വീക്ക് ഫുട്ട് യൂസേജ് റയർലിയാണ്, വീക്ക് ഫുട്ട് ആക്യുറസി മീഡിയമാണ്. അപ്പം വീക്ക് ഫുട്ടായിട്ട് അടിച്ചാലും അത്ര പവറൊന്നും ഉണ്ടാവില്ല. പിന്നെ ഫോം അൺവേവറിങ് ആണ്, അപ്പോൾ അടിപൊളിയാണത്. പിന്നെ ഇഞ്ചുറി റെസിസ്റ്റൻസ് ഹൈ ആണ്, അപ്പോൾ ഇഞ്ചുറിയും ഫോമും നല്ല തന്നെയാണ് അവന്. പിന്നെ നമ്മുടെ നെയ്മർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ നെയ്മറാണ്. എന്ന് വെച്ച് ഞാൻ പാർഷ്യാലിറ്റി ഒന്നും കാണിക്കില്ല, കറക്റ്റായിട്ട് തന്നെ പറയാം. ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. നോക്കുമ്പോൾ ബോൾ കൺട്രോൾ അത്യാവശ്യം 86, ഡ്രിബിളിങ് 84, ടൈറ്റ് പൊസിഷൻ 86, കേൾ 82, പിന്നെ ആക്സിലറേഷൻ 80,
ഫിസിക്കൽ കോണ്ടാക്ട് 82, പിന്നെ വീക്ക് ഫുട്ട് യൂസേജ് ഒക്കേഷണലി ആണ്. വീക്ക് ഫുട്ട് ആക്യുറസി വെരി ഹൈ ആണ്. പിന്നെ ഫോം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അതെന്ന് വെച്ചാൽ അത്ര നല്ലതല്ല. ഇഞ്ചുറി റെസിസ്റ്റൻസ് ലോ ആണ്. അപ്പോൾ ഇഞ്ചുറി ആയാലും ഇഞ്ചുറി പെട്ടെന്ന് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. എന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഫുട്ബോൾ അത്ര ഇഞ്ചുറീൻ്റെ പ്രശ്നങ്ങൾ വരാറില്ല. അപ്പോൾ ഇതിൽ ബെസ്റ്റ് പ്ലെയർ ആണ് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം, ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു സെൻട്രൽ ഫോർവേഡിനാണ് വേണമെങ്കിൽ നിങ്ങൾ ഇവരെടുക്കുക, ഈ തുർക്കി പ്ലെയറിന് എടുക്കുക. അല്ല നിങ്ങൾ ഒരു മിഡ്ഫീൽഡറിനാണ് വേണമെങ്കിൽ 2 പ്ലെയറിന് വേണമെങ്കിലും എടുക്കാൻ പറ്റും. നിങ്ങൾ നെയ്മർ ഫേവറേറ്റ് ആണെങ്കിൽ, നിങ്ങൾ നല്ല അത്യാവശ്യം ഡ്രിബിളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. പിന്നെ പാസിംഗ് ആണ് വേണമെങ്കിൽ, പാസ് ചെയ്യാനാണെങ്കിൽ ഇവൻ എടുക്കുക. ഇവന് ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് നെയ്മർ. അപ്പോൾ ഇവന് കളി ഉണ്ടാക്കുക ചെയ്യാവുന്നല്ലേ, ഗോൾ അടിപ്പിക്കാൻ ചെയ്യാം. അല്ല ഗോൾ അടിക്കൽ കുറവാകും, പക്ഷെ ഇവനെന്ന് വെച്ചാൽ പാസ് ചെയ്യില്ല ചെയ്യാം. ഇവനും ഗോൾ അടിപ്പിക്കൽ തന്നെയാണ്. അപ്പം ഇതിൽ ഞാൻ എടുക്കാൻ പോകുന്നത് നെയ്മറിനെയാണ്. ബട്ട് ബെസ്റ്റ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവനും ഏകദേശം എല്ലാവരും ബെസ്റ്റാണ്, ബട്ട് ഇവനാണ് എനിക്ക് തോന്നുന്നത്. കാരണം 85 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പൊസിഷനാണ് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്, അത് നിങ്ങൾക്ക് ഏതാ വേണ്ടത്, നിങ്ങൾക്ക് ഇല്ലാത്ത എടുക്കുക. ഞാൻ പിന്നെ നെയ്മർ എടുക്കണം എന്താ വെച്ചാൽ എനിക്ക് അതുണ്ട്. നിങ്ങൾ നെയ്മർ ഫാൻ ആണെങ്കിൽ നിങ്ങൾ നെയ്മർ എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ നെയ്മർ ഫാൻ അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു കാര്യം ഉണ്ടാവില്ല. എനിക്ക് ഓൾറെഡി കുഴപ്പമില്ലാത്ത മിഡ്ഫീൽഡ് ഉണ്ട്, 84 ഒക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തുണ്ട് പക്ഷെ ഞാൻ നെയ്മർ എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ എനിക്ക് നെയ്മറിനെ ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.